ഇതിന്റെ ഡയറക്ടർ രഞ്ജിത് സിംഗർ ഈ ഒരു കഥയുമായി എത്തിയപ്പോൾ ഇത് ചെയ്യാമെന്നുള്ളൊരു തീരുമാനത്തിൽ എത്തിയത് എപ്പോഴാണ്? അത് ഇതുവരെയും ചെയ്യാത്തൊരു ക്യാരക്ടർ എന്നുള്ളൊരു എലമെന്റ് തന്നെയാണോ? യെസ്. അടിസ്ഥാനപരമായിട്ട് ഞാൻ സിനിമകൾ എടുക്കുന്നത് നല്ല കഥയാണെങ്കിൽ ഇമ്മീഡിയറ്റ് യെസ് പറയും. അതിൽ എൻ്റെ പെർഫോമൻസ് അല്ലെങ്കിൽ പെർഫോമൻസിലൂടെ ഒരു നല്ല ആക്ടറാണോ എന്ന് പറയിപ്പിക്കാനുള്ള സ്കോപ്പ് ഉണ്ടെന്ന് നോക്കും. ഈ രണ്ട് കാര്യങ്ങൾ ഓക്കെ ആയി കഴിഞ്ഞാൽ പിന്നെ ഇന്ന് സ്വന്തമായിട്ടുള്ള പ്രൊഡക്ഷൻ കമ്പനി ഉള്ളതുകൊണ്ട് വേറെ മറ്റ് ടെൻഷനുകൾ ഇപ്പം എനിക്കില്ല. അപ്പോൾ എൻ്റെ കരിയറിൻ്റെ ഏറ്റവും ബെസ്റ്റ് ടൈം ഇതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ബിക്കോസ് ഒരു ഇഷ്ടപ്പെട്ട കഥ സിനിമയാക്കാൻ പറ്റുവാണെന്ന് വെച്ചാൽ വലിയ കാര്യമാണ്. പിന്നെ നമുക്ക് ഭയങ്കരമായിട്ട് ഇൻവോൾവ് ചെയ്യാൻ പറ്റും. പ്രൊഡക്ഷനിലുള്ള സമയത്ത് ചില വലിയ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റും. സിനിമ മിനിമം ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യണം, ഇങ്ങനെ പ്രൊമോട്ട് ചെയ്യപ്പെടണം. ഇതൊക്കെയാണ് അടിസ്ഥാനപരമായ ഒരു എൻ്റെ എന്താ പറയുക സെലക്ഷൻ ക്രൈറ്റീരിയ. പിന്നെ അധികം ഞാൻ ആൾക്കാരെ ഇങ്ങനെ വെയിറ്റിപ്പിക്കാറില്ല. ഒറ്റ മീറ്റിംഗിൽ യെസ് നോ പറയും. അത് അങ്ങനത്തെ ചില ഈ പ്രൊഡക്ഷന്റെ കാര്യം ചോദിച്ചപ്പോൾ നമ്മള് ഇപ്പോൾ മമ്മൂട്ടി കമ്പനി ഒരു സിനിമ ഇറക്കുമ്പോൾ നമ്മള് 100% ഷുവർ ആണോ സിനിമ സൂപ്പർ ഹിറ്റ് ആയിരിക്കും എന്നുള്ളൊരു പ്രതീക്ഷ ആളുകളിലേക്ക് വെക്കും. അതുപോലെ തന്നെ ഉണ്ണിമുകുന്ദൻ പ്രൊഡക്ഷന്റെ സിനിമ ഇറങ്ങുമ്പോൾ അതും സൂപ്പർ ഹിറ്റ് ആണെന്നുള്ളൊരു പ്രേക്ഷകരുടെ ഒരു വിശ്വാസം അതെപ്പോഴെങ്കിലും ഒരു സമ്മർദ്ദമായിട്ട് തോന്നാറുണ്ടോ? ഇല്ല, ഞാൻ അങ്ങനത്തെ എൻ്റെ ഒരു പ്രത്യേകതരം സ്വഭാവമാണ്. എനിക്ക് കൂടുതൽ മൾട്ടി ടാസ്കിങ് വരുമ്പോൾ എനിക്ക് ഒരു പ്രത്യേകതരം സുഖം കിട്ടാറുണ്ട്. ലൈക്ക് ഞാൻ ഫുൾ ടൈം ആക്റ്റീവ് ആയിരിക്കും. എന്നിൽ പ്രതീക്ഷ ഉണ്ടല്ലോ ആൾക്കാർക്ക്. ഇതാണ് എനിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ കോംപ്ലിമെന്റ്. എന്നെ മാറ്റി നിർത്തുന്നില്ല. ഉണ്ണിമുകുന്ദന്റെ സിനിമ വരുവാണെങ്കിൽ ഇങ്ങനെയൊക്കെ മിനിമം ഉണ്ടായിരിക്കും എന്ന് ആൾക്കാർ തോന്നുവാണെങ്കിൽ, ഈവൻ പൊളിറ്റിക്സിന്റെ കാര്യത്തിൽ എൻ്റെ പേര് സ്ഥാനാർത്ഥിയായിട്ട് ആൾക്കാർ പറയില്ല. അപ്പൊ എന്നോട് പറയും ഈ ചെറുപ്രായത്തിൽ ഇങ്ങനെ പറയും. ഞാൻ പറയും എൻ്റെ മുഖം കണ്ടിട്ട് അവർക്ക് അങ്ങനെ പറയാൻ തോന്നുന്നുണ്ടല്ലോ, അതെനിക്കൊരു കോംപ്ലിമെന്റ് ആണ്. പൊളിറ്റിക്സ് ഒരു മോശപ്പെട്ട കാര്യമൊന്നുമില്ല. നിങ്ങളുടെ വീട്ടിൽ എത്ര കുട്ടികൾ വേണം വലുതായിട്ട് നീ ഒരു പൊളിറ്റീഷ്യൻ ആണെന്ന് ആരും പറയാറുണ്ടോ? പറയാറില്ല. എന്തുകൊണ്ട് വെച്ചാൽ അത് അത്രയും ഡിഫിക്കൽട്ട് ജോലിയാണ്. ഒരു രാജ്യത്തിനെ സംരക്ഷിക്കുക, ഒരു സ്റ്റേറ്റിനെ സംരക്ഷിക്കുക എന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമാണ്. അപ്പോൾ അങ്ങനത്തെ ഒരാളായി മാറും ഉണ്ണിമുകുന്ദൻ എന്ന് പറയുമ്പോൾ ഞാനിതൊന്നും എനിക്കങ്ങനെ ഞാൻ എന്നെക്കുറിച്ച് മോശപ്പെട്ട രീതിയിൽ ചിന്തിക്കാറില്ല. ഇഫ് ദ സൊസൈറ്റി ഫീൽസ് ദാറ്റ് ഉണ്ണിക്ക് അത് ചെയ്യാൻ പറ്റുന്ന ഒരു കോൺഫിഡൻസോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കഴിവുള്ള ഒരാളാണെന്ന് തോന്നുവാണെങ്കിൽ സംഭവിക്കാതിരിക്കുന്നത് വേറെ കാര്യം. എന്നെ അതിലേക്ക് അവർ എൻ്റെ പേരെല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഭയങ്കര സന്തോഷത്തോടെയാണ് അത്. ഞാൻ ഒരിക്കലും അതുകൊണ്ട് പുറത്തു വന്നിട്ട് ഞാൻ ചെയ്യില്ലെന്ന് പറഞ്ഞിട്ടില്ലല്ലോ. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇറ്റ്സ് എ കോംപ്ലിമെന്റ്. ആൾക്കാർ എപ്പോഴും കുട്ടികൾ വളർന്നു വന്നിട്ട് ഡോക്ടർ ആവണം, എഞ്ചിനീയർ ആവണം, MBA ആവണം. ഭൂരിഭാഗം ആൾക്കാർക്ക് സിനിമ നടന്മാരാവണം. ആവാത്തത് കൊണ്ട് കുറേ പേര് റിവ്യൂസായി മാറും, കുറച്ച് പേര് മീഡിയയുടെ മറ്റു ഭാഗത്തിലെത്തും. സിനിമ നടനാവണമെങ്കിൽ ഒരു ഭാഗ്യം വേണം. ടാലന്റ് ഈസ് സെക്കൻഡറി. ഞാൻ എപ്പോഴും വിശ്വസിക്കും ഞാൻ ഭയങ്കര ടാലന്റഡ് ആയതുകൊണ്ട് സിനിമ നടനായതുകൊണ്ടല്ല, ഞാൻ ഭയങ്കര ഭാഗ്യം ചെയ്ത ഒരാളാണ്. എൻ്റെ അച്ഛനമ്മ ഞാൻ ഒരു കാര്യം പറഞ്ഞപ്പോൾ എതിർത്തൊന്നും പറഞ്ഞില്ല. എൻ്റെ അമ്മ പറയാണ് ഇല്ല നീ സിനിമയിൽ പോകുന്നില്ല. ഞാൻ അമ്മയോട് എതിർത്ത് സംസാരിക്കുന്ന ആളല്ല. എൻ്റെ അമ്മയുടെ ആഗ്രഹം ഞാൻ ആർമി അല്ലെങ്കിൽ പോലീസ് ആവണമെന്നായിരുന്നു. അതുകൊണ്ട് അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള സിനിമ വിക്രമാദിത്യനാണ്. കൃത്യമായിട്ട് പറഞ്ഞു, നീ ആ യൂണിഫോം ഇട്ട് കണ്ട നിന്നെ അങ്ങനെ കാണാൻ ഭംഗി, നീ ഏത് റോൾ ചെയ്താലും ആ ഭംഗിയില്ല എന്നാണ് അമ്മ പറയാറ്. അപ്പോൾ പക്ഷെ ഞാൻ എൻ്റെ ഒരു ആഗ്രഹം പറഞ്ഞപ്പോൾ എൻ്റെ അച്ഛനും അമ്മയും എന്നെ നിരുത്സാഹപ്പെടുത്തിയില്ല സിനിമയിൽ പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ വണ്ടിയുടെ ടിക്കറ്റ് എടുത്ത് ഞാൻ ഐസ് ടു ട്രാവൽ ഫ്രം അഹമ്മദാബാദ് ടു തൃശ്ശൂർ. ഞാൻ ഒറ്റയ്ക്ക് വരും, ഇങ്ങനെ ഇരിക്കും. എൻ്റെ ലൈഫിൽ ഒരുപാട് പറയാൻ എനിക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാൻ അങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ ചിലപ്പോൾ ഇന്റർവ്യൂ ഇല്ലാതായിരുന്നു. ഫാക്ട് ഈസ് ദാറ്റ് ഞാൻ അങ്ങനെ ഒന്നും ഒരു നെഗറ്റീവായിട്ട് എടുക്കാറില്ല. കുറച്ച് സെൻസിറ്റീവ് ആയതുകൊണ്ട് ചില കാര്യങ്ങൾ ചില രീതിയിൽ ആൾക്കാർ പറയുമ്പോൾ എനിക്ക് ഉപയോഗിക്കുന്ന വാക്കുകൾ ഭയങ്കര ഹേർട്ട്ഫുൾ ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. കാര്യം ഞാൻ മതത്തെ വിറ്റ് സിനിമ എടുക്കുന്നു എന്ന് പറയുമ്പോൾ ഹലോ ഞാൻ എന്ത് ചെയ്തു എന്നാണ്. ഒരു സിനിമ കണ്ടിട്ട് പോലും ഇല്ല. ജനുവരി 1 മുതൽ ഈ സിനിമ എന്തോ സംഭവിക്കാൻ പോകണമെന്ന് പറഞ്ഞിട്ടിരിക്കുക. എന്തിന്? എന്താ ഈ സിനിമയിൽ നിങ്ങൾക്ക് കാണാത്ത സിനിമയെ കുറിച്ച് എന്ത് പറയാൻ പറ്റും ഒരാൾക്ക്? എനിക്ക് തോന്നുന്നു ടൈറ്റിലായിരിക്കും കുറച്ചുകൂടി ഇത്തരത്തിലൊരു എന്താ ഒരു ടൈറ്റിൽ. ജയഗണേഷ് എന്ന സിനിമയ്ക്ക് എന്ത് ടൈറ്റിൽ എന്ത് പ്രശ്നമുള്ളതെന്ന് ഞാൻ ചോദിക്കുന്നു. ഇതുപോലത്തെ ഒരുപാട് ടൈറ്റിൽ ഇനി വരും. ഞാൻ പറയാം എൻ്റെ സ്വഭാവം വെച്ചിട്ട് അങ്ങനെയൊന്നും ആർക്കും ഒരാളെ കുറിച്ച് അങ്ങനെ പറയാനോ ചിന്തിക്കാനോ പാടില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എല്ലാവർക്കും അവരുടെ കാര്യങ്ങൾ പറയാനുള്ള അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുള്ള നാടാണ്. പിന്നെ നിങ്ങൾ ഒരു കാര്യം കാണാതെ എങ്ങനെയാണ് ഇത്ര സ്പെക്കുലേഷൻ ഉണ്ടാക്കുക? അപ്പോൾ ഈ സ്പെക്കുലേഷൻ ചിലർ ഗ്രാവിറ്റി ഓഫ് വേർഡ്സ് മാറുമ്പോൾ എന്നെ ഹെർട്ട്ഫുൾ ആയിട്ടുണ്ട്. ഇപ്പം ഞാൻ സത്യത്തിൽ ഇങ്ങനെ കേട്ട് എനിക്ക് ഒരു മരവിച്ച പോലെ അവസ്ഥ. ഇത് ഇങ്ങനെയാണെന്നായി. ഞാൻ വിചാരിച്ചു കുറച്ച് കഴിഞ്ഞാൽ നിൽക്കും, ഇതിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ കുറച്ചധികം പേര് എന്നെ ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല എന്ന് എനിക്ക് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് മനസ്സിലാവും. ഓക്കെ, ഇങ്ങനെ പൊളിറ്റിക്കൽസ് ആണ് കേട്ട് പൊളിറ്റിക്സ് ആണ് കൂട്ടിക്കഴിച്ചല്ലോ. അപ്പോൾ എല്ലാവർക്കും ഉണ്ട്. ഇപ്പോൾ ഒരു പാർട്ടി 3 പാർട്ടി ഉണ്ടാവും, പ്രൊമിനന്റ് പാർട്ടീസ്. ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ്, കോൺഗ്രസ്, BJP. ഇവർ 3 പേരും വിചാരിക്കുന്ന അവർ പറയുന്ന ഐഡിയോളജിയിലാണ് നാട് നന്നാൻ പോകുന്നത്. ഇത് വിശ്വസിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ നമ്മൾ വിശ്വസിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ പോവാതെ വരുമ്പോൾ അപ്പുറത്ത് ഇങ്ങനെ ആളെ കുറ്റം പറയാതിരിക്കുക, ഇതാണല്ലോ ഇപ്പോൾ പോപ്പുലർ ട്രെൻഡ്. അപ്പോൾ ഇതിലൊക്കെ ഞാനും പെട്ടു. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ സിനിമയെ കാണാത്ത ആൾക്കാർ
ഉണ്ണിമൂന്നിന് എന്തോ പ്രൊപ്പഗണ്ട എടുക്കാൻ വേണ്ടി ഒരു സിനിമ എടുത്ത്. ഇത് നാളെ സിനിമ റിലീസ് ആവുന്നില്ലേ, നാളെ തീരും ഇത്. അപ്പൊ ഞാനപ്പോ വിചാരിച്ചു എനിക്ക് ഏപ്രിൽ 11 വരെ ഇതിനെ കുറിച്ച് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ബിക്കോസ് സിനിമ റിലീസ് ആവാത്തവരെ ഞാൻ എന്ത് പറഞ്ഞാലും ആർക്കും മനസ്സിലാവില്ല. അപ്പൊ സിനിമ, പക്ഷെ എന്റെ കോൺഫിഡൻസ് എന്ന് വെച്ചാൽ ഒരുപാട് സാധാരണ കുടുംബങ്ങളുണ്ടല്ലോ. പിന്നെ ഞാൻ കഴിഞ്ഞ 12 വർഷമായിട്ട് സിനിമ ചെയ്തുകൊണ്ടിരിക്കുക. ഒരു സുപ്രഭാതത്തിലാണ് ഞാൻ പെട്ടെന്ന് ഒരു ഇതിലേക്ക് ആയത്. ഞാൻ ഏത് പോയിന്റിലാണ് ഞാൻ ഇങ്ങനെ എൻ്റെ കരിയർ ഇങ്ങനെ മാറിപ്പോയി, ഞാൻ ഇങ്ങനെ ചർച്ച ചെയ്യപ്പെട്ടതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ബിക്കോസ് ഇങ്ങനൊരു ആളെ എന്താ വെച്ചാൽ തിരിച്ചറിയാൻ പറ്റില്ലല്ലോ എന്നൊക്കെ ആയിപ്പോവും. എന്നോട് ഒരുപാട് പേര് ഞാൻ പറഞ്ഞു, ചേട്ടാ ഞാൻ 2012 കേട്ടോ സിനിമയിൽ വന്നത്, അല്ലാതെ മിനിഞ്ഞാന്ന് വന്ന ആളല്ല. അപ്പൊ നിങ്ങൾ എന്നെ കുറിച്ച് ഇങ്ങനെ ഒന്ന് ചിന്തിക്കുകയാണെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് വിഷമം, അല്ലാതെ വേറെ നല്ലൊരു സിനിമയാണ്, സിനിമ എല്ലാവർക്കും ഇഷ്ടപ്പെടും, അതെൻ്റെ ഒരു പേഴ്സണൽ ഗ്യാരണ്ടിയാണ്. അപ്പോൾ ഞാൻ വാശിയോടെ ചില കാര്യങ്ങൾ ചെയ്യുന്ന ആളാണ്. ഞാനിപ്പോൾ പറഞ്ഞോളൂ, എനിക്കങ്ങനെ പ്രത്യേകിച്ച് എനിക്ക് എന്നെ എക്സൈറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ പിന്നെ സിനിമകൾ ചെയ്യില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യില്ല. ഞാൻ പെട്ടെന്ന് ഇങ്ങനെ അപ്സെറ്റായി പോയി വേറെ കാര്യം ചെയ്യുന്ന ആളാണ്. അപ്പോൾ കുട്ടിക്കാലം മുതൽ അങ്ങനെയാണ്. അപ്പോൾ അത് എൻ്റെ വീട്ടുകാർക്കും ഭയങ്കര സർപ്രൈസ് ആയിരിക്കില്ല, എന്നെ പരിചയമില്ലാത്ത ആൾക്കാർ ചിലപ്പോൾ ഭയങ്കര ഓക്വേർഡായി പോകും. പക്ഷേ വിൽ സ്റ്റിക്ക് ഓൺ ടു ദ ഫിലിം. ഇറ്റ്സ് ജസ്റ്റ് ദാറ്റ് നല്ല സിനിമയാണ്. ഒരു പൊളിറ്റിക്സിന്റെ കാര്യം ചോദിച്ചോണ്ട് ചോദിക്കും കുറെ നേരമായിട്ടില്ല. എന്താ ഇതേ പൊളിറ്റിക്സ്, മഹിമയുടെ പൊളിറ്റിക്സ് എന്താ പറയൂല കണ്ട. എന്നാ ഞാൻ എക്സ്പ്രസ് ചെയ്യാറില്ല. എന്നാ ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് പറയാതെ ഞാനാണ് ഇത് മറുപടി പറഞ്ഞോണ്ടിരിക്കുന്നത്.